الحمد لله الحمد لله العزيز الحميد، والحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. والحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله، وكونوا عباد الله إخوانا. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഗലമാന മേഖലകളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തെ വിസ്മരിക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുത്തഖികളായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയിലെ അറിയപ്പെട്ട ഗോത്രമാണ് ഗിഫാർ ഗോത്രം. വലിയ പോക്കിരികളായിരുന്ന, വഴിയാത്രക്കാരെ തടഞ്ഞു വെച്ച് അവരെ കൊള്ളയടിച്ച് അങ്ങനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു വലിയ ഗോത്രമാണ് ഗിഫാർ ഗോത്രം. ആ ഗിഫാർ ഗോത്രം അവരുടെ നേതാവായി കൊണ്ട് പരിഗണിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്നവരിൽ ഒരാളാണ് അദ്ദേഹം, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. എന്നാൽ അദ്ദേഹമാകട്ടെ ഈ ഗിഫാർ ഗോത്രത്തിലെ അവർ നേതാവായി കൊണ്ട് പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അവരിലെ വലിയ പോക്കിരിയാണ്.
അദ്ദേഹത്തെ പറ്റി പറയപ്പെടുന്നുണ്ട്, അദ്ദേഹം വലിയ ധൈര്യശാലിയായിരുന്നു. എത്രത്തോളം ചില ഗോത്രങ്ങളിലേക്ക് അദ്ദേഹം ഒറ്റക്ക് കയറി ചെല്ലുകയും അവരെ കൊള്ളയടിച്ച് മടങ്ങി വരികയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അത്രക്കും ധൈര്യവാനായ, അവർ അവരുടെ നേതാവായിക്കൊണ്ട് പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ പറ്റി കാണാം, അദ്ദേഹം നല്ല ബുദ്ധിയുള്ള പക്വതയുള്ളയാളായിരുന്നു എന്നാണ്. അദ്ദേഹം ബിംബങ്ങളെ ആരാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹം അറിയുന്നത്. താൻ നബിയാണെന്ന് വാദിക്കുന്ന ഒരാൾ മക്കയിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ അദ്ദേഹം തന്റെ സഹോദരൻ ഉനൈസ് ഇബ്നു ജുനാദ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഇർഖബ് ഇലാ ഹാദൽ വാദി, ഉനൈസേ, ആ സ്ഥലത്തേക്ക് നീ ചെല്ലണം, മക്കയിലേക്ക് നീ ഒന്ന് ചെല്ലണം. അവിടെ സ്വയം നബിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് വന്നിട്ടുണ്ട്, അയാളെ കുറിച്ച് നീയൊന്ന് പോയി അന്വേഷിക്കണം. അയാൾ പറയുന്നത് യതീഹിൽ ഖബറു മിനസ് സമാ, ആകാശത്ത് നിന്ന് അയാൾക്ക് വിവരങ്ങൾ എത്തുന്നുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അതിനാൽ അയാൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നീയൊന്ന് പോയി കേൾക്കണം, നീ അവിടുത്തെ വിവരങ്ങൾ ഒന്ന് വന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഉനൈസ് മക്കയിലേക്ക് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അറിഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്ന് സഹോദരൻ അബൂദറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യഅ്മുറു ബിമകാരിമൽ അഖ്ലാഖ്, ആ മുഹമ്മദ് എന്ന പ്രവാചകൻ അദ്ദേഹം നല്ല നല്ല സ്വഭാവങ്ങളാണ്, നല്ല നല്ല സ്വഭാവങ്ങൾ പാലിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികളോട് പറയുന്നത്. വകലാമൻ മാ ഹുവ ബിശ്ശിഅർ, കവിതയോട് യാതൊരു സാദൃശ്യവുമില്ലാത്ത കാര്യങ്ങളാണ് മുഹമ്മദ് പറയുന്നത്. അപ്പോൾ അബൂദർ അവിടുന്ന് ചോദിക്കുകയാണ്, ഫമാ യഖൂലുൻ നാസ്, ജനങ്ങൾ എന്താണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്, ജനങ്ങൾ എന്താണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ശാഇറുൻ കാഹിനുൻ സാഹിർ. അവർ പറയുന്നത്, ചില ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം ഒരു ജ്യോത്സ്യനാണ്, ചില ആളുകൾ പറയുന്നത് അദ്ദേഹം ഒരു ഷാഇറാണ്, കവിയാണ്, ചില ആളുകൾ പറയുന്നത് അദ്ദേഹം ഒരു സാഹിറാണ്, മാരണക്കാരനാണ്. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഉനൈസ് അദ്ദേഹം തുടരുകയാണ്, ലഖദ് സമിഅ്തു ഖൗലൽ കഹന, ഞാൻ ജ്യോത്സ്യന്മാരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. ഫമാ ഹുവ ബിഖൗലിഹിം, എന്നാൽ മുഹമ്മദ് പറയുന്നത് ജ്യോത്സ്യന്മാരോട് യാതൊരു സാമ്യവുമില്ലാത്ത കാര്യങ്ങളാണ്. വലഖദ് വദഅ്തു ഖൗലഹു അലാ അഖറാഇ ശിഅർ, നല്ല മുന്തിയ തരം കവിതകളുമായി മുഹമ്മദിന്റെ വാക്കുകൾ ഞാൻ മാറ്റുരച്ചു നോക്കി. ഫമാ യൽതഇമു അലാ ലിസാനി അഹദിൻ ബഅദി അന്നഹു ശിഅർ, എന്നാൽ അത് കവിതയുടേതുപോലെ തോന്നുന്നില്ല. അതിനു മുൻപ് ഒരാളും തന്നെ മുഹമ്മദ് പറയുന്നത് പോലെയുള്ള വാക്കുകൾ പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഉനൈസ് അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ഇന്നഹു ലസാദിഖ്, അല്ലാഹുവാണ്, അദ്ദേഹം സത്യവാനാണ്. വ ഇന്നഹും ലകാദിബൂൻ, അദ്ദേഹത്തിന് ചുറ്റുമുള്ളവരാണ് കളവ് പറയുന്നത്. അബൂദർ റളിയല്ലാഹു തആല അൻഹു സഹോദരനോട് പറഞ്ഞു, നിന്നെ അയച്ച കാര്യം നീ നല്ല രൂപത്തിൽ ചെയ്തിട്ടില്ല, എനിക്ക് തൃപ്തിയായിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ മക്കയിലേക്ക് ചെല്ലുകയാണ് എന്ന് പറഞ്ഞ് അബൂദർ അവിടുന്ന് യാത്ര തിരിച്ചു. അങ്ങനെ അദ്ദേഹം മക്കയിലെത്തി. ആദ്യം ചെന്നത് കഅബയുടെ അടുക്കലേക്കാണ്, കഅബയുടെ പരിസരത്തേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിക്കാൻ, നബിയെ കാണാൻ, താൻ നബിയാണെന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി അബൂദർ കഅബക്കരികിലെത്തി. പക്ഷെ ഒരാളോടും ചോദിക്കാൻ പറ്റില്ല, ആരോടും ചോദിക്കാൻ പറ്റില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനം ആരംഭിച്ചിട്ടില്ല. അന്ന് രഹസ്യമായി കൊണ്ടാണ് പ്രവാചകൻ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോടും ചോദിക്കാൻ പറ്റില്ല. എല്ലാവരും പ്രവാചകനോട് അങ്ങേയറ്റത്ത് ദേഷ്യം വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അങ്ങനെ അദ്ദേഹം സ്വയം നബിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ച് അതിനു വേണ്ട അന്വേഷണങ്ങളുമായി അദ്ദേഹം അവിടെ നിന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം ഒരു സാധാരണക്കാരനായ, ഒരു മിസ്കീനായ ഒരാളെ കണ്ടുപിടിച്ച് അയാളോട് ചോദിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. പ്രവാചകനെ പറ്റി ഒരു വിവരവും ലഭിക്കണില്ല. അവസാനം ഒരു പാവപ്പെട്ടയാളോട് ചോദിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. കാരണം
പാവപ്പെട്ട ആളുകൾ പെട്ടെന്ന് ഉപദ്രവിക്കില്ല. അതുകൊണ്ട് ഒരു മിസ്കീനായ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഐന ഹാദല്ലദീ തദ്ഊനഹു അസ്സാബിഅ, നിങ്ങൾ ഈ സാബിഅ എന്ന് വിളിക്കുന്ന ആളെ എവിടെയാണ് കാണാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ആളുകൾ വിളിച്ചിരുന്ന പേരാണത്. പഴയ ദീൻ വിട്ട് പുതിയ ദീനിലേക്ക് വന്നയാൾ എന്നാണ് അതിന്റെ അർത്ഥം. ആ ആളെ എവിടെയാണ് കാണാൻ സാധിക്കുക? ഉടനെ ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, അസ്സാബിഅ അസ്സാബിഅ, ഇതാ മുഹമ്മദിനെ ചോദിച്ച ഒരാൾ വന്നിരിക്കുന്നു. ആളുകൾ എല്ലാവരും ഒത്തുകൂടി അബൂദറിനെ കിരാതമായി മർദ്ദിച്ചു. അദ്ദേഹം പറയുകയാണ്, എന്റെ ബോധം പോയി, എന്റെ ബോധം നഷ്ടപ്പെട്ടു, ചോരയൊലിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്. അങ്ങനെ ബോധം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് കഅബയുടെ അടുക്കലേക്ക് തന്നെ ചെന്നു. അവിടെ സംസമുണ്ട്, രക്തം ഞാൻ കഴുകിക്കളഞ്ഞു, സംസം കുടിച്ചു. അദ്ദേഹം പറയുകയാണ്, 15 ദിവസത്തോളം സംസം മാത്രമായിരുന്നു ഞാൻ കുടിച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നാൽ എനിക്ക് ശാരീരികമായി ഒരു പ്രയാസവും അനുഭവപ്പെട്ടിരുന്നില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിരുന്നില്ല, മറിച്ച് എന്റെ ശരീരം പുഷ്ടിക്കുകയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ രാത്രി അബൂദർ ഇങ്ങനെ കഅബക്കരികിൽ ഇരിക്കുമ്പോൾ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അതുവഴി കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ന് ചെറിയ പ്രായമാണ്, പക്ഷെ നല്ല ബുദ്ധിയുള്ള, നല്ല പക്വതയുള്ള കുട്ടിയായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അബൂദറിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ അബൂദർ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ വീട്ടിലേക്ക് പോയി. അന്നത്തെ ദിവസം അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അബൂദർ കഴിച്ചുകൂട്ടി. അടുത്ത ദിവസം പുലർന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു പുറത്തേക്ക് പോയി. അബൂദറിന്റെ സഞ്ചികളും എടുത്ത് പുറത്തേക്ക് പോയി. എന്തിനാണ് വന്നത് എന്ന് അലിയോ എന്റെ വരവിന്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് അബൂദറോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല. അങ്ങനെ അടുത്ത ദിവസം രാത്രിയായപ്പോൾ അലി റളിയല്ലാഹു അൻഹു വീണ്ടും കാണുന്നത് കഅബയുടെ അരികിലിരിക്കുന്ന അബൂദറിനെയാണ്. അവിടെ പോയി അബൂദറിന്റെ സഞ്ചി എടുത്ത് പിടിച്ചുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇയാൾക്ക് ഇപ്പോഴും ഇയാളുടെ വീട് എവിടെയാണെന്ന് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഇന്നലെ കൊണ്ടുപോയതാണ് എന്റെ വീട്ടിലേക്ക്, എന്താണ് നിങ്ങൾക്ക് ഇന്നും എന്റെ വീട്ടിലേക്ക് വന്നാൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം ഇത് ആവർത്തിച്ചു. 3-ാമത്തെ ദിവസം അബൂദർ അലിയോട് ചോദിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അലിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം താങ്കളോട് ചോദിച്ചറിയാനുണ്ട്, പക്ഷെ അതിനു മുൻപ് നിങ്ങൾ എനിക്ക് വാക്ക് നൽകണം, എന്നെ ഉപദ്രവിക്കില്ല എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് നൽകണമെന്ന് പറയുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നബിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നയാളെ അന്വേഷിച്ചു വന്നതാണ്, പ്രവാചകത്വം വാദിക്കുന്ന ആ മനുഷ്യനെ അന്വേഷിച്ചു വന്നതാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ വല്ലാത്ത സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ലഹഖുൻ വ ഇന്നഹു ലറസൂലുൻ, അദ്ദേഹം സത്യമാണ്, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലാണ്, അദ്ദേഹത്തെയാണോ താങ്കൾക്ക് കാണേണ്ടത്? അബൂദറിന് വലിയ സന്തോഷമായി. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നാളെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം, പ്രവാചകന്റെ അടുക്കലേക്ക് നാളെ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പുലർന്നപ്പോൾ അബൂദർ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് പോകാം, പക്ഷേ നീ എന്റെ പിറകിലായിക്കൊണ്ട് നടക്കണം, എന്നിൽ നിന്ന് കുറച്ച് വിട്ട് നടക്കണം. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ അവിടെ നിന്ന് എന്റെ ചെരുപ്പ് ശരിയാക്കുന്നത് പോലെ കാണിക്കും, അപ്പൊ നീ എന്റെ അടുത്തേക്ക് വരരുത്. നോക്കു സഹോദരങ്ങളെ, അത്രയും പ്രവാചകനെയും സഹാബത്തിനെയും ആ അന്നത്തെ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. പ്രവാചകനോട് അത്രയേറെ വെറുപ്പ് വെച്ച് പുലർത്തുന്ന, അത്രയേറെ ദേഷ്യം വെച്ച് പുലർത്തുന്ന ആളുകളാണ് അവിടെയുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, എന്തെങ്കിലും സംശയം തോന്നിയാൽ ഞാൻ അവിടെ നിന്ന് എന്റെ ചെരുപ്പ് ശരിയാക്കുന്നത് പോലെ കാണിക്കും, അപ്പൊ നീ അവിടെ നിൽക്കണം. അങ്ങനെ പ്രവാചകന്റെ സന്നിധിയിലെത്തി. ഈ മനുഷ്യനെ കാണാനാണ് കഴിഞ്ഞ 10-15 ദിവസങ്ങളായി കിടന്ന് അലഞ്ഞുകൊണ്ടിരുന്നത്. ആ പ്രവാചകന്റെ മുന്നിലെത്തി. അദ്ദേഹം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫകുൻതു അന അവ്വല മൻ ഹയ്യാഹു ബിതഹിയ്യത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അഭിവാദ്യമായ മനോഹരമായ അസ്സലാമു അലൈക്കും എന്ന ഇസ്ലാമിന്റെ തഹിയ്യത്ത് അതാദ്യമായി പറഞ്ഞയാൾ ഞാനാണ് എന്ന്. അബൂദർ റളിയല്ലാഹു അൻഹു ആണ്
അസ്സലാമു അലൈക്കും എന്നത് ആദ്യമായി പറഞ്ഞ വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅലൈക വറഹ്മത്തുള്ളാഹ്, വഅലൈക വറഹ്മത്തുള്ളാഹ്, മൻ അൻത, നീ ആരാണ്? അദ്ദേഹം പറഞ്ഞു, മിൻ ഗിഫാർ, ഞാൻ ഗിഫാർ ഗോത്രത്തിൽ നിന്നാണ്, ഗിഫാർ ഗോത്രത്തിൽ നിന്നാണ്. അത് കേട്ടപാട് റസൂലുള്ളാഹി ഇങ്ങനെ തലക്ക് കൈവച്ചു എന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത്രക്കും പോക്കിരികളായിട്ടുള്ള തമ്മാടികളായിട്ടുള്ള ആളുകളാണ് ആ ഗിഫാർ ഗോത്രക്കാർ, അത്രക്കും പ്രശ്നക്കാരാണ്. അപ്പൊ ഗിഫാർ എന്നാണ് എന്ന് കേട്ടപാടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങനെ തലക്ക് കൈ വെച്ചു എന്നാണ്. അങ്ങനെ അദ്ദേഹം പറയാണ്, ഞാൻ ഗിഫാറുകാരനാണ് എന്ന് പറയേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ അദ്ദേഹം പറയുന്നു, ഞാൻ പ്രവാചകന്റെ ആ തലക്ക് വെച്ച കൈ ഇങ്ങനെ എടുക്കുന്നതിന് വേണ്ടി പ്രവാചകന്റെ അടുക്കിലേക്ക് ചെന്നു. അപ്പോഴേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് എന്നെ തടഞ്ഞു. അബൂദർ പറയാണ്, ഫകാന സാഹിബുഹു അഅലമുൻ നാസിബി, പ്രവാചകനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പ്രവാചകന്റെ സാഹിബിനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിരലനക്കിയാൽ പോലും അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൃത്യമായി അറിയുമായിരുന്നു എന്നാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കാണ്, മതാ കുൻത ഹാഹുന, എപ്പോഴാണ് ഇവിടെ എത്തിയത്, എപ്പോഴാണ് ഇവിടെ എത്തിയത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ എത്തിയിട്ട് 15 ദിവസമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ കാന യുത്ഇമുക, ആരാണ് നിന്നെ ഭക്ഷിപ്പിച്ചിരുന്നത്? അദ്ദേഹം പറഞ്ഞു, മാ കാന ലീ തുആമുൻ ഇല്ലാ മാഉ സംസം, സംസം ഒഴികെ വേറൊരു ഭക്ഷണവും ഞാൻ ഭക്ഷിച്ചിട്ടില്ല, വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ചില പാഠങ്ങളുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇന്നഹാ മുബാറക, അത് ബറക്കത്തുള്ള വെള്ളമാണ്, അത് ബറക്കത്തുള്ള വെള്ളമാണ്. ഇന്നഹാ തുആമു തുഅമിൻ, അത് കുടിക്കുന്നവർക്ക് അത് ഭക്ഷണമായിരിക്കും. വിശക്കുന്ന ആളുകൾ അത് കുടിച്ചാൽ അവർക്കത് ഭക്ഷണമായിരിക്കും. സംസമിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണത്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ കാരുണ്യത്തിന്റെ നിറകുടമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് അനുവാദം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഇദല്ലി ഫീ തആമിഹി ലൈല, അല്ലാഹുവിന്റെ റസൂലേ, അബൂദറിന് ഇന്നത്തെ രാത്രി ഞാൻ ഭക്ഷണം കൊടുത്തുകൊള്ളാം, ഞാൻ അദ്ദേഹത്തെ ഇന്നത്തെ രാത്രി ഭക്ഷിപ്പിച്ചു കൊള്ളാം നബിയെ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തായിഫിൽ നിന്നുള്ള ഉണക്ക മുന്തിരി കൊണ്ടുവന്ന് കൊടുത്തു. അന്നത്തെ മുന്തിയൊരു ഭക്ഷണമാണത്, തായിഫിൽ നിന്നുള്ള ഉണക്ക മുന്തിരി. അങ്ങനെ അബൂദർ പറയുകയാണ്, വകാന ദാലിക അവ്വലു തുആമിൻ അകൽതഹു ബിഹാ, അതാണ് ഞാൻ മക്കയിലെത്തിയിട്ട് അത്ര ദിവസങ്ങളായിട്ട് ഞാൻ ആദ്യമായി കഴിക്കുന്ന ഭക്ഷണം അതാണ് എന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പറയാൻ. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അല്ലാഹുവിന്റെ തൗഫീഖിനാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. കുറച്ച് ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അവിടെ താമസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ദീന് പഠിച്ചു. എന്നിട്ട് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നഹു ഖദ് വജ്ജഹത് ലി അർദു ദാത് നഖ്ലിൻ ലാ ഉറാഹ ഇല്ലാ യസ്രിബ്, ഇതാ ഞാൻ ഈ 2 മലകൾക്കിടയിലുള്ള യസ്രിബ് എന്ന നാട്ടിലേക്ക് ഞാൻ ഹിജറ പോകുമെന്നാണ് എനിക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഹിജറയുടെ തുടക്കങ്ങളാണ്, ഹിജറയുടെ തുടക്ക സമയങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇന്ന നാട്ടിലേക്ക് ഹിജറ പോകുമെന്നാണ് എനിക്ക് അറിയിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം അബൂദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫഹൽ അൻത മുബല്ലിഗുൻ അന്നി ഖൗമക്, അബൂദറെ, ഞാൻ ഈ പറയുന്ന ആദർശം അത് നിനക്ക് നിന്റെ നാട്ടിൽ പോയിട്ട് ദഅവത്ത് നടത്തിക്കൂടെ? നിന്റെ നാട്ടിലെ ആളുകൾക്ക് ഈ ആദർശം നിനക്ക് പോയി പറഞ്ഞു കൊടുത്തുകൂടെ? അപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ദഅവത്തിനെ കുറിച്ചുള്ള കൽപ്പനകൾ നൽകുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസല്ലാഹു അയ്യൻഫഅഹും ബിക വയഅജുറുക ഫീഹിം, നിന്നെ കൊണ്ട് അല്ലാഹു അവർക്ക് ഉപകാരം ചെയ്യുകയും അതുമൂലം നിനക്ക് അല്ലാഹു പുണ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം. നിനക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പുണ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നീ നിന്റെ നാട്ടിൽ പോയിട്ട് ഇത് ദഅവത്ത് നടത്തണമെന്ന് പറയുകയാണ്. ആ സമയത്ത് അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, പ്രവാചകരെ ലഅസ്റുഖന്ന ബിഹാ ബൈന ളഹ്റാനൈഹിം, അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇതിനെക്കുറിച്ച് അവർക്കിടയിൽ ഉച്ചത്തിൽ വിളിച്ചു പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഗിഫാർ ഗോത്രത്തിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്.
അവിടെയാണ് പ്രിയപ്പെട്ടവരെ അബൂദർ റളിയല്ലാഹു അൻഹു എന്ന ആ അബൂദറിന്റെ ഉള്ളിലെ നസീഹത്തുള്ള പ്രബോധകനെ അവിടെയാണ് നമ്മൾ വായിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ നാടെത്താൻ കാത്തു നിന്നില്ല. ഏതൊരു കഅബയുടെ അരികിലാണോ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കാൻ ഭയപ്പെട്ട അദ്ദേഹം നിന്നിരുന്നത്, ആ കഅബയുടെ കില്ല പിടിച്ചിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെന്റെ നാട്ടിലെ എന്റെ ഗിഫാർ ഗോത്രക്കാർ മാത്രം അറിയേണ്ട ഒന്നല്ല, മറിച്ച് എല്ലാവരും അറിയണം. ഒരാൾ പോലും നരകത്തിലേക്ക് പോകാൻ പാടില്ല, ഒരാൾ പോലും സ്വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന ഒരു പ്രബോധകനുണ്ടായിരിക്കേണ്ട നസീഹത്തിന്റെ പുറത്ത് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആളുകൾ ഒത്തുകൂടി അദ്ദേഹത്തെ കിരാതമായി മർദ്ദിച്ചു. ചോര വാർന്ന് ബോധരഹിതനായി അദ്ദേഹം താഴെ വീണു. ബോധം വന്നപ്പോ കഅബയുടെ കില്ല പിടിച്ച് വീണ്ടും എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആളുകൾ വീണ്ടും ഒത്തുകൂടി അദ്ദേഹത്തെ കിരാതമായി മർദ്ദിക്കുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അങ്ങോട്ടേക്ക് വന്ന് ആളുകളെ പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. അലസ്തും തഅലമൂന അന്നഹു മിൻ ഗിഫാർ, ഇത് ഗിഫാറുകാരിൽപ്പെട്ട ഒരാളാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഗിഫാർ ഗോത്രത്തിൽപ്പെട്ട അബൂദറാണ് ഇതെന്ന് നിങ്ങൾക്കറിയില്ലേ? നമ്മുടെ കച്ചവട സംഘം വരുന്നത് ഗിഫാറിലൂടെയാണ്. നിങ്ങളിവിടെ ഈ അബൂദറിനെ ഉപദ്രവിച്ചാൽ നമ്മുടെ കച്ചവട സംഘത്തിന് അത് പ്രയാസമുണ്ടാക്കില്ലേ എന്ന് ചോദിച്ച് അവരെ പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ അബൂദർ റളിയല്ലാഹു അൻഹു വീണ്ടും ബോധം വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഇത് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. ഇതേ രൂപത്തിൽ വീണ്ടും അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് വന്ന് അവരെ പിടിച്ചു മാറ്റി എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. ആദ്യം ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉനൈസിന്റെ അടുക്കലേക്കാണ്. ആദ്യം മക്കയിലേക്ക് പറഞ്ഞയച്ച അദ്ദേഹത്തിന്റെ സഹോദരന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് ഉനൈസ് ചോദിച്ചു, മാ സനഅതു, പോയ കാര്യം എന്തായി? നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ ലഭിച്ചോ? അദ്ദേഹം പറഞ്ഞു, സനഅതു അന്നി ഖദ് അസ്ലംതു വസദ്ദഖ്തു, പോയ കാര്യമൊക്കെ ശരിയായി, ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു, മാ ബി റഗ്ബത്തുൻ അൻ ദീനിക്, എനിക്ക് നിന്റെ ദീനിനോട് യാതൊരു എതിർപ്പുമില്ല. ഇതാ ഞാനും ഫഇന്നി ഖദ് അസ്ലംതു വസദ്ദഖ്തു, ഇതാ ഞാനും ഇസ്ലാം സ്വീകരിക്കുന്നു. അങ്ങനെ സഹോദരങ്ങൾ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹുവും ഉനൈസ് ഇബ്നു ജുനാദ റളിയല്ലാഹു തആല അൻഹുവും അവർ ഇസ്ലാം സ്വീകരിച്ചു. രണ്ടുപേരും കൂടി ചെല്ലാണ് ഉമ്മാന്റെ അടുക്കലേക്ക്. ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. ഇസ്ലാമിനെ കുറിച്ച് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു. ഉമ്മ പറഞ്ഞു, മാ ബി റഗ്ബത്തുൻ അൻ ദീനികുമാ, നിങ്ങളുടെ രണ്ടുപേരുടെയും ദീനിനോട് എനിക്കൊരു എതിർപ്പുമില്ല, ഞാനും ഇതാ സ്വീകരിക്കുന്നു. അങ്ങനെ ഉമ്മയും ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ഗിഫാർ ഗോത്രം അവരുടെ നേതാവായി കൊണ്ട് പരിഗണിച്ചിരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഗിഫാറുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ആ ഗിഫാർ ഗോത്രം മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. അതിലെ പകുതി ആളുകൾ അവർ അപ്പോൾ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. ബാക്കി പകുതി ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയാൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളാം. ഗിഫാർ മുഴുവൻ ഇസ്ലാം സ്വീകരിച്ചു. ഗിഫാർ മാത്രമല്ല, ഗിഫാറിന്റെ തൊട്ടടുത്ത ഗോത്രമാണ് അസ്ലം. അസ്ലമും ഇസ്ലാം സ്വീകരിച്ചു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഗിഫാറു ഗഫറല്ലാഹു ലഹാ, അല്ലാഹു ഗിഫാറുകാർക്ക് പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു ഗിഫാറുകാർക്ക് പുറത്തു കൊടുക്കട്ടെ. അസ്ലമും ഗിഫാറിന്റെ തൊട്ടടുത്ത ഗോത്രമായ അസ്ലമും ഗിഫാറിന്റെ കൂടെ തന്നെ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അബൂദർ റളിയല്ലാഹു അൻഹു ആ രണ്ട് ഗോത്രങ്ങളെ മുഴുവൻ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ശേഷം കുറെ കാലങ്ങൾ പിന്നിട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് വലിയ രണ്ട് സംഘം ഇങ്ങനെ പ്രവാചകനെയും സ്വഹാബത്തിനെയും ലക്ഷ്യം വെച്ച് വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടാണ്. സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ പേടിച്ചു പോയി, യുദ്ധത്തിനെങ്ങാനും വരുന്ന ആളുകളാണോ എന്ന് കരുതി ഞങ്ങളൊന്ന് ഭയപ്പെട്ടു പോയി എന്ന്. അങ്ങനെ ആ രണ്ട് സംഘം ഇങ്ങനെ അടുത്തേക്ക് എത്തിയപ്പോൾ അതിന്റെ തലവനായി, അതിന്റെ അമീറായി കൊണ്ട് അതിന്റെ മുൻപിലുള്ളത് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അദ്ദേഹം അടുത്തേക്കെത്തി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണ് അബൂദർ ഈ ആളുകൾ? കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ധാരാളം ആളുകളുണ്ട്, രണ്ട് വലിയ സംഘങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അബൂദർ ആരാണ് ഈ ആളുകൾ? അബൂദറോടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറയുകയാണ്, റസൂലേ, അങ്ങനെ പഠിപ്പിച്ച ആദർശം, അങ്ങനെ പഠിപ്പിച്ച ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിയെ, ഞാൻ എൻ്റെ നാട്ടിൽ പോയി എൻ്റെ ഗോത്രത്തിൽ ദഅവത്ത് നടത്തി നബിയെ. അങ്ങനെ എന്നിൽ വിശ്വസിച്ച രണ്ട് വലിയ സംഘം ആളുകളാണ് ഇത് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, കണ്ടില്ല സ്വഹാബത്തെ, നിങ്ങൾ എൻ്റെ അബൂദറിനെ, മാ അദല്ലത്തിൽ ഖദറ, ആകാശം ഇന്നേ വരെ തണൽ വിരിച്ചിട്ടില്ല, വലാ അഖല്ലത്തിൽ ഖബറ, ഭൂമി ഇന്നേ വരെ വഹിച്ചിട്ടില്ല, അസ്ദഖ മിൻ അബീദർ, അബൂദറിനേക്കാൾ സത്യസന്ധനായ ഒരാളെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ആകാശം ഇന്നേ വരെ തണൽ വിരിച്ചിട്ടില്ല, ഭൂമി ഇന്നേ വരെ വഹിച്ചിട്ടില്ല, അബൂദറിനേക്കാൾ സത്യസന്ധനായ ഒരാളെ. നോക്കൂ, നിങ്ങൾ ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രവാചകൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് സഹാബത്തിനും വിളിക്കാൻ, സഹാബത്തെ, കണ്ടില്ലേ നിങ്ങൾ എൻ്റെ അബൂദറിനെ? സഹോദരങ്ങളെ, വലിയ പാഠങ്ങൾ ഈ ചരിത്രത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗിഫാർ ഗോത്രത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ തലക്ക് കൈവച്ചു എന്നാണ്. അത്ര മോശം ആളുകൾ, മക്കക്കാർ അത്ര മോശക്കാരായി കണ്ടിരുന്ന, അത്ര പോക്കിരികളായിരുന്ന ആളുകൾ, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ പ്രകാശം ഇട്ടുകൊടുക്കാൻ ആ ഗോത്രം മുഴുവൻ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആരാണ് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്? അവരിലെ ഏറ്റവും വലിയ പോക്കിരിയായിരുന്ന അബൂദർ അൽ ഗിഫാരിയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഈ ദീൻ ഏത് സമൂഹത്തെയും മാറ്റാൻ കഴിവുള്ളതാണ്. അള്ളാഹുവിന്റെ ഈ ദീൻ ഏത് മനസ്സും മാറ്റാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് ഒരാളുടെ വിഷയത്തിലും നമ്മൾ വിധി എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ അള്ളാഹുവിലേക്കുള്ള ക്ഷണം, നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഏത് സമൂഹത്തെയും മാറ്റാൻ അള്ളാഹുവിന്റെ ഈ ദീനിന് കഴിവുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഈ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിന്റെ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടതിന്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുത്തുന്ന ചരിത്രമാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദഅവത്തിന്റെ മേഖലകളിൽ നമ്മൾ സജീവമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الإخوان والأخوات، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ലവരായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യമായി നമുക്ക് നൽകിയ വലിയൊരു റഹ്മത്താണ് അമലുകൾക്ക് ഫദല് കൂടുന്ന, പ്രതിഫലം അധികരിക്കുന്ന ചില കാലങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും നിശ്ചയിച്ചു തന്നു എന്നുള്ളത്. നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ, നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുവാൻ നമുക്ക് കിട്ടുന്ന വലിയ അവസരങ്ങളാണ് ഇത്തരം സീസണുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം കൽപ്പിച്ചിട്ടുള്ള സമയങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഫദ്ല് പഠിപ്പിച്ചിട്ടുള്ള കാലങ്ങൾ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്
ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ കണക്ക് അത് 12 എണ്ണമാണ്. വമിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ അത് പവിത്രമാണ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. 3 മാസങ്ങൾ അടുപ്പിച്ചു വരുന്നതാണ്. മറ്റൊന്ന് ശഅബാനിനും ജമാദക്കും ഇടയിൽ വരുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, അതിൽ ദുൽഹിജ്ജയിലാണ് നമ്മളുള്ളത്. ഇനി നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നതാകട്ടെ അതിമഹത്തായ അള്ളാഹുവിന്റെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുഹറം മാസത്തിലേക്കുമാണ്. ഇത് വലിയ മഹത്വത്തോടുകൂടി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം പവിത്ര മാസത്തിൽ നിന്ന് വീണ്ടും പവിത്ര മാസത്തിലേക്കാണ്, വലിയ മഹത്വമുള്ള അള്ളാഹുവിലേക്ക് പേര് ചേർക്കപ്പെട്ട മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞത് കാണാം, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം. അള്ളാഹു പവിത്രമായ ഒരു മാസത്തെ കൊണ്ടാണ് ഒരു ഇസ്ലാമിക ഒരു കലണ്ടറിലെ ഒരു വർഷം അള്ളാഹു ആരംഭിക്കുന്നത്. മാത്രമല്ല വഖതമഹ ബിശഹ്രിൻ ഹറാം, അത് അവസാനിക്കുന്നതാകട്ടെ അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ള പവിത്രതയുള്ള മാസത്തിലുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, പരിശുദ്ധമായ മുഹറം മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പവിത്ര മാസങ്ങളിൽ ഒന്ന് അള്ളാഹുവിലേക്ക് പേര് ചേർക്കപ്പെട്ട ഷഹറുല്ലാഹിൽ മുഹറം എന്ന് പറയപ്പെട്ട മാസം. ബൈത്തുല്ലാ, നാഖത്തുല്ലാ എന്നിങ്ങനെ അള്ളാഹുവിലേക്ക് പേര് ചേർക്കപ്പെട്ടതെല്ലാം അതിമഹത്തരമാണ്, ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഹിജ്റക്ക് വേണ്ടിയുള്ള പ്രധാന ഒരുക്കങ്ങൾ നടന്ന മാസം. അതുപോലെ തന്നെ മൂസാ നബിയെയും അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നവരെയും ഫിർഔനിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10-നാണ് നമുക്കറിയാം. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലേതാണ്. മുഹറം 9, 10 പ്രത്യേകമായ നോമ്പുകൾ നിയമമാക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം മഹത്വങ്ങളുള്ള ഒരു മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി നമ്മൾ ഒരുങ്ങണം. നല്ല ഒരുക്കങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം, അമലുകൾ വർദ്ധിപ്പിക്കുവാൻ. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറത്തിലെ നോമ്പാണെന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ധാരാളം നോമ്പുകൾ നമ്മൾ ഈ മാസത്തിൽ എടുക്കുക. മുഴുവനും എടുക്കാൻ സാധിക്കുകയില്ല, കുറച്ച് വിട്ട് കഴിവിന്റെ പരമാവധി നമ്മൾ നോമ്പുകൾ നോൽക്കാൻ ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. കൃത്യമായ ഒരുക്കം ഈ മാസം ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന്റെ എല്ലാ ഖൈറുകളും നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഖുർആൻ പഠന ക്ലാസ് നമ്മുടെ താഴെ നമ്മുടെ മദ്രസ ഹാളിൽ വെച്ച് എല്ലാ ആഴ്ചയും നടന്നു വരാറുള്ള ഖുർആൻ പഠന ക്ലാസ്, അതിൻ്റെ വിഷയത്തിൽ സഹോദരങ്ങളെ വലിയ ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ശനിയാഴ്ച ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞപാട് നമുക്കെല്ലാവർക്കും സൗകര്യപ്പെടുന്ന കുടുംബസമേതം പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സമയത്താണ് അത് നടക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് കുടുംബസമേതം പങ്കെടുക്കുവാനുള്ള ശ്രദ്ധ നമ്മൾ കാണിക്കണം. അതിന് നൽകേണ്ട പ്രാധാന്യം നമ്മൾ നൽകുക തന്നെ വേണമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ദീന് പഠിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ്. നിർബന്ധമായി അവർ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ മതപഠനത്തിന്റെ താക്കോലാണ് ഖുർആൻ പഠനം എന്ന് പറയുന്നത്. അങ്ങനെ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരം നമ്മുടെ മസ്ജിദിൽ ഉണ്ടായിട്ട് അത് നഷ്ടപ്പെടുത്തുന്നവരെ നമ്മൾ മാറരുത്. ഖുർആൻ പഠനത്തിന്റെ മഹത്വമൊന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല. അത് നഷ്ടപ്പെടുത്തുന്നവരായി നമ്മൾ മാറരുത്. നോക്കൂ നിങ്ങൾ, അറിവുള്ളവരെയും അറിവില്ലാത്തവരെയും സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിച്ച പോലെയാണ് അല്ലാഹ് വേർതിരിച്ചത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവില്ലാത്തവരും അറിവുള്ളവരും സമമാകുമോ എന്നാണ്. പഠിച്ചറിഞ്ഞ് നമസ്കരിച്ചവനും അതിന്റെ അർത്ഥമറിയാതെ നമസ്കരിച്ചവനും സമമാകുമോ എന്നാണ്. അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തവനും അതിന്റെ അർത്ഥമറിയാതെ പാരായണം ചെയ്തു പോയവനും സമമാകുമോ എന്നാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് തന്നെ പറയാണ്, ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. സ്വർഗ്ഗക്കാരും നരകക്കാരും സമമാവുകയില്ല. 2 സ്ഥലത്ത് ഉപയോഗിച്ചത് ഒരേ പദമാണ്, യസ്തവി.
അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ മഹത്വമുണ്ട് അള്ളാഹുവിൻ്റെ മസ്ജിദിലേക്ക് വരിക, ദീന് പഠിക്കുക, ഖുർആൻ പഠിക്കുക എന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു അവസരം നമ്മുടെ മസ്ജിദിൽ ഉണ്ടായിട്ടും അത് നഷ്ടപ്പെടുത്തി കളയുകയാണ് എങ്കിൽ നാളെ പരലോകത്ത് വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അല്ലാഹുവേ എൻ്റെ ജനത ഇതാ ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോൾ ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ നമ്മൾ സമയം മാറ്റിവെക്കുക തന്നെ വേണം. നമ്മുടെ മുൻഗാമികൾ അവർ വർഷങ്ങളോളം ദീന് പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒരു മാസത്തിലെ, ഒരാഴ്ചയിലെ, ഒരു ദിവസത്തിലെ ഏതാനും ചെറിയ സമയം മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദിൽ അവൻ്റെ കലാം പഠിക്കുന്നതിന് വേണ്ടി ഒത്തുകൂടുവാനുള്ള അവസരം നമുക്കുള്ളത്. അതും നഷ്ടപ്പെടുത്തി കളയുന്ന ഹതഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുകൂടാം. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് കുടുംബസമേതം എല്ലാവരും കൂടി വന്നിരുന്ന് പഠിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ തണലിൽ വളരുന്ന കുടുംബമാക്കി നമ്മുടെ കുടുംബത്തെ മാറ്റുമാറാകട്ടെ. നമ്മുടെ എല്ലാ അമലുകളും എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. രോഗം കൊണ്ടും കടം കൊണ്ടും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ എല്ലാവരുടെയും കബറിടങ്ങൾ അല്ലാഹു വിശാലവും പ്രകാശപൂരിതവുമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിലെ സജീവ പ്രവർത്തകനായ റുമൈസ് എന്നവരുടെ പിതാവ് ഇബ്രാഹിം സാഹിബ്, അദ്ദേഹം അള്ളാഹുവിൻ്റെ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിനു വേണ്ടി മക്കയിലേക്ക് യാത്ര തിരിച്ചതാണ്. അവിടുന്ന് ശാരീരികമായി പ്രയാസങ്ങൾ ഉണ്ടാവുകയും ശേഷം അദ്ദേഹം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി മടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരേതന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് വലിയ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത പ്രദേശത്ത് 2 കുട്ടികൾ കുളത്തിൽ വീണ് മരണപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞു. ജീവിതത്തിൽ ഒരുമിച്ച് കളിച്ചു നടന്ന 2 സുഹൃത്തുക്കൾ അവർ മരണത്തിലും ഖബറിലും ഒപ്പമായി എന്ന രൂപത്തിലാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കണ്ടപ്പോൾ അറിയാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في فلسطين. اللهم ادخلنا الفردوس يا رب العالمين، اللهم ادخلنا الفردوس يا رب العالمين، اللهم ادخلنا الفردوس يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين.